നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ സെമി ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയല്ലോ. ആ കളി കഴിഞ്ഞതിന് ശേഷം വളരെ സുന്ദരമായിട്ടുള്ളൊരു നിമിഷമുണ്ടായി. സുന്ദരം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് കാണണേ. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർഡൻ പിക്ഫോർഡ് സാധാരണ വാട്ടർ ബോട്ടിലിൽ പെനാൽറ്റി എടുക്കുമ്പോൾ ഓരോ താരങ്ങൾ എവിടേക്കാണ് അടിക്കുക, അതിനെന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ എഴുതി ഒട്ടിച്ച് വരാറുള്ളത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴിതാ ഈ കളി കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാട്ടർ ബോട്ടിൽ കിട്ടിയിരിക്കുന്നു. ആ വാട്ടർ ബോട്ടിലിൽ അർജൻറ്റീനയുടെ ഓരോ താരങ്ങളും എങ്ങോട്ട് പെനാൽറ്റി എടുക്കും, അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടെത്തുന്നത് മാർസലോ ഡിയാൻഡ്രോയാണ്. അത് പിന്നെ ലയണൽ മെസ്സിയും സംഘവും അത് പരിശോധിക്കുന്ന ചിത്രങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത്. ഏതായാലും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെയാണ്, ആരൊക്കെ എങ്ങോട്ടൊക്കെ അടിക്കും എന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കാം. അതിൽ ലയണൽ മെസ്സി, നിക്കോളാസ് ഗോൺസാലസ്, അതുപോലെ തന്നെ സെനേസി, ഇങ്ങനെയുള്ളവരെല്ലാം കൂടിയാണ് അത് നോക്കുന്നത്. അതിനുശേഷം പിന്നെ എൻസോ ഫെർണാണ്ടസ് അത് വന്ന് നോക്കുന്ന മറ്റൊരു ചിത്രം വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ട് മുകളിലേക്ക് നോക്കുന്നത്, ദൈവമേ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊന്നും പോയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം അദ്ദേഹത്തിൻ്റെ നോട്ടത്തിലും ഭാവത്തിലൊക്കെ വളരെ വ്യക്തമാണ്. ഓരോ താരങ്ങളും, അർജൻറ്റീനയുടെ ഓരോ താരങ്ങളും എങ്ങോട്ട് പെനാൽറ്റി എടുക്കും, അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ് കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അർജൻറ്റീൻ ടീം അംഗങ്ങളെ മൊത്തം ഇത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. നമുക്ക് ആരൊക്കെ എങ്ങോട്ടൊക്കെ എടുക്കുന്നതാണ് എഴുതിയിട്ടുള്ളത്. മെസ്സി ഷോട്ട് എടുക്കുമ്പോൾ ഫേക്ക് ലെഫ്റ്റ്, ദെൻ ഡൈവ് റൈറ്റ്. ആദ്യം ലെഫ്റ്റിലേക്ക് ഡൈവ് ചെയ്യാൻ പോകുന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് റൈറ്റിലേക്ക് ഡൈവ് ചെയ്യണം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. മൊണ്ടിയിൽ അടിക്കുമ്പോൾ, പെനാൽറ്റി എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഡൈവ് ചെയ്യുക. പരേഡസിൻ്റെത് സ്റ്റാൻഡ് ലെഫ്റ്റ്, ഡൈവ് റൈറ്റ്. മെക്കൽസ്റ്റർ അടിക്കുമ്പോൾ ഡൈവ് റൈറ്റ്. എൻസോ ഫെർണാണ്ടസിൻ്റെത് സ്റ്റാൻഡ് സെൻട്രൽ. നിക്കോ ഗോൺസാലസിൻ്റെത് ഹോൾഡ് ദെൻ റിയാക്ട്. അതായത് എങ്ങോട്ട് അടിക്കും നോക്കിയിട്ട് ആ അടിക്കുന്നതിനനുസരിച്ച് റിയാക്ട് ചെയ്താൽ മതി, അതിന് തീരുമാനം എടുക്കേണ്ട എന്നാണ്. അൽവാരസിൻ്റെത് ഡൈവ് ലെഫ്റ്റാണ്. അതുപോലെ ലൗട്രോ മാർട്ടിനസിൻ്റെ ഡൈവ് റൈറ്റ് ആണ്. അത് റൈറ്റ് സൈഡിലേക്ക് ഡൈവ് ചെയ്ത് തടയുക. റോദ്രിഗോ ഡിബോളിൻ്റെത് സ്റ്റാൻഡ് റൈറ്റ്, മൂവ് സെൻട്രൽ, ദെൻ ഡ്രൈവ് ലെഫ്റ്റ്. വാവ്, എന്തെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. ആൽമേഡയാണ് അടിക്കുന്നതെങ്കിൽ ഫീൽ ഓൺ ദി ഡേ, അപ്പോൾ അങ്ങ് തീരുമാനിക്കാം ഏതുള്ളതാണ്. ഓട്ടാമെൻറ്റിയുടേത് ഡിസ്ഗൈസ് റൈറ്റിലേക്ക് പോകുന്നു തോന്നിക്കുക, എന്നിട്ട് ലെഫ്റ്റിലേക്ക് ഡൈവ് ചെയ്യുക. അങ്ങനെ ഹോസെ മാനുവൽ ലോപ്പസിൻ്റേത് ഡൈവ് റൈറ്റ്, അതായത് ട്രയൽ ലെഗ്, ഇതുകൂടി പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പലാസിയോസിൻ്റേത് ഡൈവ് റൈറ്റ്, ദെൻ പോസിറ്റീവ് സ്റ്റെപ്പ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുക എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ആളുകളുടേതും ഓരോ അർജൻറ്റീന താരങ്ങളുടേതും എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. നിക്കോ പാസിൻ്റേത് ഡൈവ് ലെഫ്റ്റാണ്. മെദിനയുടേത് ഹോൾഡ്, ഡൈവ് ലെഫ്റ്റ്. ബാർക്കയുടേത് ഹോൾഡ്, ഡൈവ് റൈറ്റ്. ലിസാൻഡ്രോ മാർട്ടിനസിന് ഹോൾഡ്, ഡൈവ് ലെഫ്റ്റ്. മോളിനുടേത് സ്റ്റാൻഡ് റൈറ്റ്, ഡൈവ് റൈറ്റ്. ദെൻ ടാഗ്ലിയാഫിക്കയുടേത് ഡൈവ് ലെഫ്റ്റാണ്. സിമിയോണിയുടേത് ഡൈവ് റൈറ്റാണ്. സെനേസിയുടേത് ഡൈവ് റൈറ്റാണ്. ഇങ്ങനെ ഓരോ താരങ്ങളുടേതും വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എന്തായാലും അത്രക്കൊന്നും കളി പോയില്ല എന്നുള്ളത് അർജൻറ്റീനയ്ക്ക് ആശ്വാസകരമാണ്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.